CPM-കാരനാണെങ്കിലും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനമാണ് പ്രധാനമന്ത്രി. നമ്മുടെ മന്ത്രിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. രാജ്യത്തിൻ്റെ പ്രതീകമാണ് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാരൊക്കെ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ലണ്ടനിൽ വെച്ച് ഒരു ഖലിസ്ഥാൻ ഭീകരവാദിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം, മാധ്യമങ്ങൾ ഒന്നും ഇതേക്കുറിച്ച് കണ്ടതായി ഭാവിക്കുന്നില്ല. അതെ, എത്ര നിന്ദ്യമായ മൗനമാണ് നമ്മുടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യുന്നത്. ഇന്ത്യയല്ലേ ആക്രമിക്കപ്പെട്ടത്? അതെ. അതായത് അഭിലാഷ് കടമ്പാടൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു സംഭവം ഓർമ്മിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അതിൽ പറയുന്നുണ്ട് 1987 കൊളംബോയിൽ ഈ LTT രാജീവ് ഗാന്ധിക്കെതിരെ ഒരു ഭടൻ ആക്രമിച്ചില്ലേ, ഓണർ പരിശോധിക്കുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് P. പരമേശ്വരൻ ഉണ്ട്, പരമേശ്വർജി. അപ്പോൾ അദ്ദേഹം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടത് രാജീവ് ഗാന്ധി അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരെയും ആക്ടിവേറ്റ് ചെയ്തു. പ്രതിരോധ വേദി എന്നുള്ള ഒരു ബാനറിൽ നഗരം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു, വലിയ പ്രകടനങ്ങളൊക്കെ നടത്തി. ആ ഇന്ത്യ എന്ന് പറഞ്ഞ വികാരം അല്ല, അത് RSSകാരാണ്, അവർക്കതുണ്ടാവും. അതെ, ഈ കോൺഗ്രസ്സുകാർക്ക് അത് ഉണ്ടാവത്തില്ലല്ലോ, അത് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ലല്ലോ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആക്രമിക്കപ്പെട്ടാൽ ചിലപ്പോൾ ഇവിടെ കരച്ചിലും ബഹളം ഉണ്ടാവും. അല്ലെങ്കിൽ ഹമാസിന്റെ ആരെങ്കിലും ആയിരിക്കണം. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതല്ലേ ആ ഹമാസിന്റെ മറ്റേ തൃത്താലയിലും ഒക്കെ. അതെ അതെ, അതിനെന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. എന്താ കുഴപ്പം എന്നാണ് ഇവിടെ പാകിസ്ഥാന് കോൺഗ്രസിന്റെ ഏതോ നേതാവ് ചോദിച്ചല്ലോ, പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ച എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഈ കുഴപ്പം എന്ന് പറയുന്നത് അവർ ഇന്ത്യക്ക് സിന്ദാബാദ് വിളിക്കാനും ഭാരത് മാതാ കീ ചെയ്യുന്നു വിളിക്കത്തില്ല, അതിന് തയ്യാറല്ല. വന്ദേ മാതരം ഒന്നും പറയത്തില്ല. ദേശീയഗാനത്തോടും പുച്ഛമാണ്. ഈ ദേശീയത എന്ന് പറഞ്ഞൊരു സംഭവം മാർക്സിസ്റ്റുകൾക്കില്ല, ഇസ്ലാമിസ്റ്റുകൾക്കും ഇല്ല. കാരണം ഇസ്ലാമിസ്റ്റുകൾ രണ്ടും ഒന്നല്ലേ? അതായത് മറ്റേ ലോകം മുഴുവൻ ഇസ്ലാമാകണം, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആവണം. അതായത് വേറൊരു സ്ഥലത്ത് ഒരു ഇസ്ലാമിനെ കണ്ടാൽ മാത്രമേ സൗഹൃദം ഉണ്ടാവുള്ളൂ, വേറെ എവിടെ പോയാലും. മാർക്സിസ്റ്റുകൾക്കാണെങ്കിൽ മറ്റേ ഈ സാഹോദര്യം എന്ന് പറയുന്നത് ആഗോളമാണല്ലോ. മാർക്സിസ്റ്റുകൾ തമ്മിലേ സഹാക്കൾ തമ്മിൽ ബന്ധപ്പെടാവും. സാർവദേശീയത വേറെ സ്ഥലത്തും ഇല്ല. അപ്പൊ സാർവദേശീയത പറയാനും ഇല്ല. എങ്കിൽ പിന്നെ ദേശീയത പറഞ്ഞുകൂടെ? ദേശീയ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇപ്പൊ ചുവന്ന കൊടി ഉപയോഗിക്കുന്നില്ല. ഈ ചുവന്നും പച്ചയും കളറുള്ള ബാറ്റാണ് ഉപയോഗിക്കുന്നത്, ലൈറ്റ്, LED ലൈറ്റാ. ഇത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ചാത്തം ഹൗസ് അവിടെ ചർച്ച കഴിഞ്ഞിട്ട് ജയശങ്കർ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. ചാത്തം ഹൗസ് എന്ന് പറയുന്നത് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് തിങ്ക് ടാങ്കാണ്. അതിൻ്റെ സ്ഥലത്തിനാണ് ചാത്തം ഹൗസ് എന്ന് പറയുന്നത്. മാർച്ച് 4 മുതൽ 9 വരെ അദ്ദേഹത്തിന് ചർച്ചകളുണ്ട് അവിടെ. ഇതിനു മുമ്പ് അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടും ഒക്കെ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ട് ഇറങ്ങുമ്പോൾ ആണ് ഖലിസ്ഥാൻ തീവ്രവാദി ആക്രമിക്കാൻ നോക്കിയത്. ആക്രമിക്കാൻ കിട്ടിയില്ല. അപ്പൊ ഇന്ത്യയുടെ പതാക വലിച്ചു കീറി, അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ വലിച്ചു കീറിയപ്പോൾ ഉള്ള ഇതെന്താന്ന് വെച്ചാൽ പോലീസുകാര് അവിടെ നോക്കി നിന്നു. അപ്പോൾ ബ്രിട്ടീഷ് പോലീസ് അല്ലേ? ബ്രിട്ടീഷ് പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ലണ്ടനിലാണല്ലോ, ലണ്ടൻ മേയർ ഉൾപ്പെടെ ആരാണെന്നറിയാലോ. അപ്പൊ അവരെ ആക്ട് ചെയ്തില്ല. ഇന്ത്യ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് ബ്രിട്ടൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, നടപടി എടുക്കേണ്ടിയിരുന്നു എന്നുള്ളത് നമ്മളൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക്. ഞാൻ ആ വീഡിയോ കണ്ടില്ല. ജയശങ്കറിനെ ആക്രമിക്കുമ്പോൾ പോലീസുകാർ തടസ്സം പിടിക്കാനൊന്നും വന്നില്ല. ഇല്ല, അവർ വളരെ ദൂരം മാറി നിന്ന് ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ത്യൻ വിദേശ മന്ത്രിക്ക് 2 കിട്ടിക്കോട്ടെ എന്നാണ്. അപ്പൊ കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എങ്ങനെയാണ് തടയപ്പെട്ടത്? എങ്ങനെയാണ്? അവര് കുറെ നേരം ഇങ്ങനെ മരവിച്ച പോലെ നിൽക്കുകയാണ് ചെയ്തത് പോലീസുകാർ. അത് കഴിഞ്ഞ് ഈ ഇന്ത്യയുടെ പതാകയും കൂടി വലിച്ചു കയറി കഴിഞ്ഞപ്പോ ഇവർക്ക് ഇത് എന്തോ കുഴപ്പം പിടിച്ചാണെന്ന് തോന്നിയിട്ട് പിന്നെയാണ് ഇവരെ ആക്ട് ചെയ്ത് ഇയാളെ പിടിച്ച് മാറ്റുന്നത്. സത്യത്തിൽ ഒരു സ്റ്റണ്ടായി പോയി കാണും. അതാണ്, സ്തംഭിച്ചു പോയി. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തും സംഭവിക്കാമായിരുന്നല്ലോ. ഒരു ചാവേറാണ് വന്നിരുന്നെങ്കിലും നോക്കി നിൽക്കുമായിരുന്നു എന്നുള്ളതിൽ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ ബ്രിട്ടൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ ഇങ്ങനെയാണ്. കാരണം അത് പറയാറില്ലേ ഈ ഖലിസ്ഥാൻകാര്, പിന്നെ കുറെ ഇസ്ലാമിക തീവ്രവാദം, അവരുടെ സേന, പോലീസ്, ഇവരുടെയൊക്കെ ആത്മവിശ്വാസവും ജാഗ്രതയും വിജിലൻസും ഒക്കെ ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ആ നാറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്ന അറിയുമ്പോൾ
നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇവർക്ക് വലിയ പട്ടാളമൊന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. അവർ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് GDP-യുടെ 2% പ്രതിരോധ ചെലവ് വഹിക്കുന്നതെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ 2%-ൽ താഴെ. ട്രംപ് കളിയാക്കിയല്ലോ ഈ യൂറോപ്പിൻ്റെ കാര്യത്തിലൊക്കെ ബ്രിട്ടൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രംപ് ഉടനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നോക്കുവോ ഒറ്റയ്ക്ക് നോക്കുവോ എന്ന് ചോദിച്ചല്ലോ. അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് മാറിപ്പോയി. അതാണിപ്പോൾ റീ ആർമമെന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തുടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉച്ചകോടി കഴിഞ്ഞിട്ട് തീരുമാനിച്ചു എല്ലാവരും പൈസ മുടക്കണം, പക്ഷേ അത് ഗഡുക്കളായിട്ട് മുടക്കിയാൽ മതി. ആ തീരുമാനമൊക്കെ വായിക്കുമ്പോഴൊന്നും ഒരു ഉറപ്പില്ല. കാരണം ഓരോ രാജ്യത്തിനും ചെലവാകാതെ ഇതെങ്ങനെ പിരിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഈ കമ്പനികളിലൊക്കെ ഓഹരി ഇടുന്നത് പോലെ ആയുധങ്ങൾ വാങ്ങാനായിട്ടൊരു ബാങ്ക് ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. JD വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് യുദ്ധം എന്ന് പറഞ്ഞ എന്നത് പുസ്തകത്തിൽ മാത്രം വായിച്ചുള്ള അറിവേ ഉള്ളൂ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അവരാണ് 20,000 പേരുടെ സേന ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ സേന ഉണ്ടാക്കുന്നെന്നും പറയുന്നു. ജർമ്മനിയും ഫ്രാൻസും ഒക്കെ നല്ല പരിപാടിയാണ് ഈ ബാങ്ക് ഉണ്ടാക്കുന്നത്. ബോംബ് ബാങ്ക് എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇപ്പം ഇന്ത്യയിൽ വന്നല്ലോ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഉർസുല. അവരും വന്നിരിക്കുന്നത് ഈ ഡിഫൻസ് ജേർണലുകളിലൊക്കെ കാണുന്നത് ഇന്ത്യയുടെ ഒരു സൈനിക കവചം അവർക്ക് വേണം. കാരണം നമ്മുടെ ആയുധങ്ങളൊക്കെ ഇനി അവർ വാങ്ങിക്കും. ഇപ്പം അവർക്ക് ആയുധം വാങ്ങിക്കലൊന്നുമില്ല. റഫേൽ വിമാനം ഫ്രാൻസ് വിൽക്കുക, ഇങ്ങനത്തെ ഡ്രോണുകൾ വിൽക്കുക, ഇങ്ങനത്തെ കച്ചവടം മാത്രമേ ഉള്ളൂ. അവരുടെ സുരക്ഷ നാറ്റോ ചെയ്തോളും, അമേരിക്ക ചെയ്തോളും എന്നർത്ഥം. അതായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം. അമേരിക്കയുടെ പണിയായിരുന്നു ഇവന്മാരെയൊക്കെ നോക്കി നടത്തുക എന്നുള്ളത്. അതാണ് ഈ ബ്രിട്ടൻ ഈ ഇസ്ലാമികമായി താമസിയാതെ മാറുന്നതും വാൻസ് പറഞ്ഞത്. ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായിരിക്കും, ന്യൂക്ലിയർ ബോംബുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യം ആയിട്ട് ബ്രിട്ടൻ മാറുമെന്നാണ് വാൻസ് എപ്പോഴും പറയുന്നത്. അതിന് വല്ല ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടോ? ഫ്രാൻസിന് ഉണ്ട് എന്ന് പറയാം, ജർമ്മനിക്കില്ല. ജർമ്മനി ഉണ്ടായിരുന്ന ന്യൂക്ലിയർ റിയാക്ടർ ഈ പറയുന്ന ഒന്നുമില്ല. അത്യാവശ്യം കപ്പൽപ്പടയുണ്ടെന്ന് തോന്നുന്നു, അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊന്നുമില്ല, ഒന്നുമില്ല അവർക്ക്. ഒരു റോക്കറ്റ് പോലും ആകാശത്തേക്ക് വിടുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ല. സ്പേസ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. യൂറോപ്പിൽ നിന്ന് നമ്മൾ കേൾക്കാറില്ല. ജനീവയില് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഈ സ്പേസ് ആക്ടിവിറ്റീസ് പോലും വേറൊരു കുത്തുവാള എടുത്തിരിക്കുകയാണ് ബ്രിട്ടൻ. ബ്രിട്ടനും അതെ, ജർമ്മനിയും ഫ്രാൻസും ഒക്കെ നമ്മൾ ജർമ്മനിയുടെയൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞില്ല. അല്ല, ഫ്രാൻസ് പിന്നെയും റഫേൽ പോലെയുള്ള 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളൊക്കെ ബ്രിട്ടൻ അങ്ങനൊന്നുമില്ല. ബ്രിട്ടൻ അതൊന്നുമില്ല. അമേരിക്ക കൊടുത്തിട്ടുള്ള F-16 ഒക്കെ വെച്ചിട്ടാണ് ബ്രിട്ടൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ 22 കമ്മീഷണർമാരുമായിട്ടാണ് അവർ വന്നത്. നമ്മുടെ സൈനിക സഹായം ചോദിക്കാനാണ്. അമേരിക്ക വിട്ടു പോകുമ്പോൾ നമുക്ക് സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ആ മറ്റേ കപ്പലുകളൊക്കെ പോകുമല്ലോ സൂയസ് കനാലൊക്കെ വഴി. അവിടെ നമ്മുടെ യുദ്ധക്കപ്പലുകൾ 12 ഇതൊക്കെ നോക്കി നടത്തുന്നത്, ഹൂത്തികളുടെ ആക്രമണം തടയുന്നതൊക്കെ. അപ്പോൾ യുദ്ധക്കപ്പലുകൾ എല്ലാം നമുക്കുണ്ട് എന്നുള്ളത് വൻശക്തിയാണെന്നൊക്കെയുള്ള അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് വന്നാണ്. അപ്പോൾ ഈ ഖലിസ്ഥാനികൾ, ഇസ്ലാമിക തീവ്രവാദികൾ, ഇവരുടെയൊക്കെ പിടിയിലാണ് ലണ്ടൻ, ബ്രിട്ടൻ എന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം അടുത്ത ചർച്ചയിലേക്കും ഒക്കെ അദ്ദേഹം പോയി സ്റ്റാമറയൊക്കെ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞ് ചെവനിങ് ഹൗസിൽ ഒരു ചർച്ച നടക്കുമ്പോൾ വിദേശ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായിട്ടൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കശ്മീർ പ്രശ്നം, ട്രംപും മോദിയുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ രാജ്യാന്തര തലത്തിൽ ഇത് സോൾവ് ചെയ്യാനായിട്ട് ട്രംപ് ഇടപെടാമോ എന്ന് പറഞ്ഞോ എന്ന് ജയശങ്കറോടൊരു ചോദ്യം ഉയർന്നു. അപ്പോൾ ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് മൂന്നാം കക്ഷിയൊന്നും വേണ്ട ഈ കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ളൊരു ഭാഗം കിടപ്പുണ്ട് അവിടെ, അത് ഞങ്ങൾ തിരിച്ചെടുക്കും. അത് തിരിച്ചെടുക്കുന്നതോടുകൂടി കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇതായിരുന്നു. അതും ഇന്റർനാഷണൽ ഒരാവശ്യമില്ലാതെയാണ് അത് ഇന്റർനാഷണലിസ്റ്റ് ചെയ്യുന്നത്. നെഹ്റു ചെയ്തതാണ്, അയാൾ ജനിച്ച സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, ആവശ്യമില്ലാതെ. POK എടുത്തിട്ട് നിർത്തിയാൽ മതിയായിരുന്നു. അല്ല, ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ രസകരമാണ്. ഒരു മാധ്യമപ്രവർത്തക
ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചപ്പോൾ ട്രംപ് ചോദിച്ചു കേട്ടില്ല, ഇപ്പൊ നിന്റെ തലയിൽ ഒരു ബോംബ് വീണാൽ എങ്ങനെ ഇരിക്കും എപ്പോ വേണമെങ്കിലും ബോംബ് വീഴാം, ഇപ്പൊ വീണാലോ എന്ന് ചോദിച്ചാൽ അതോടെ അവിടെ ഗ്യാസ് പോയി. വനിതാ മാധ്യമ പ്രവർത്തകയായിരുന്നു. അതെ, ആയിരുന്നു. പണ്ട് MD നാലപ്പാട് മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം അദ്ദേഹം മറ്റേ ഫ്യൂണറലിന് പോയിരുന്നു. അപ്പോൾ രാഷ്ട്രത്തലവന്മാർ മുഴുവൻ വന്നിട്ടുണ്ട്. MD നാലപ്പാട് 1-ാം പേജിൽ എഴുതിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു, ഞാൻ ആലോചിച്ചു പോയി, ദൈവമേ ഇപ്പോൾ ഇവിടെ ഒരു ബോംബ് വീണിരുന്നെങ്കിൽ. അതെ, എന്നാ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രത്തലവന്മാരും എല്ലാവരും തട്ടിപ്പോകും. എന്നാലും അങ്ങനെ എഴുതാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.